ഇതുപോലുള്ള വീഡിയോ ഉണ്ടാക്കാനായിട്ട് ChatGPT ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ പ്ലസ് ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ ആഡ് ഫോട്ടോസ് ഉണ്ടാവും. അവിടെ നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് റെഡിയായി വരും. ഫോട്ടോസ് പൊതുവേ റെഡിയായി വരുമ്പോൾ ഒരു കണ്ണ് അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് സ്നാപ്സീഡ് ഇട്ടിട്ടൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നിലധികം തവണ ഒരേ പ്രോംപ്റ്റ് ഇട്ടിട്ട് ഒരേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ണ് തുറന്നിട്ട് കിട്ടും. അതിൽ ഏറ്റവും നല്ല ഫോട്ടോ ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ഇതുപോലെ നല്ല ഫോട്ടോ കണ്ണടഞ്ഞിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്നാപ്സീഡ് ഇട്ടിട്ടൊന്ന് എഡിറ്റ് ചെയ്യുക. അത് ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കൺ ഞെക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണടഞ്ഞ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഫോട്ടോസിൽ നമ്മുടെ കണ്ണ് തുറന്ന ഫോട്ടോസ് ഉണ്ടാവും. അല്ല റെഡ് ഭാഗത്ത് കണ്ണ് തുറന്നിട്ടുള്ള ഫോട്ടോ അതിൻ്റെ ഡബിൾ എക്സ്പോഷർ ടൂൾസിൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് ആഡ് ഫോട്ടോസ് ഞെക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കണ്ണിൻ്റെ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ണും കൊണ്ടുവന്ന് വെക്കുക. അതിന് ശേഷം താഴെ മഴത്തുള്ളിയുടെ ഒരു രൂപത്തിൽ കാണുന്ന ഒരു ഐക്കൺ ഞെക്കുക. അതിൽ ആ നീല വര മുഴുവൻ ഫുള്ളായിട്ട് കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. മുകളിൽ ഏറ്റവും മുകളിൽ ഐ ബട്ടൻ്റെ അടുത്ത് ലെയേഴ്സ് കാണും. അതിൽ വ്യൂ എഡിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഡബിൾ എക്സ്പോഷർ നിൽക്കുക. അതിന് നടുവിലത്തെ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞിട്ട് അതൊന്ന് സൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഇമേജിലെ കണ്ണ് അവിടെ കറക്റ്റ് വരും. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം ടിക്ക് കൊടുത്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക. ഞെക്കിയിട്ട് സേവ് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് ഗാലറിയിൽ സേവ് ആവും. അതിനുശേഷം നമ്മൾ CapCut ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ന്യൂ പ്രൊജക്റ്റ് ഞെക്കിയിട്ട് നമ്മുടെ വേണ്ടുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് ഉടനെ തന്നെ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഈ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് CapCut ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ക്രാക്ക്ഡ് വേർഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു VPN ഉപയോഗിക്കേണ്ടത്. ഞാൻ ടർബോ VPN ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടർബോ VPN ഓപ്പൺ ചെയ്തിട്ട് VPN കണക്ട് ചെയ്യുക. അതിനുശേഷം CapCut ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ AI ജനറേറ്റ് ഇമേജ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അടിയിൽ സ്പ്ലിറ്റ് എന്ന് കാണാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗം സെലക്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓവർലേ കൊടുത്തു കഴിഞ്ഞ് അത് കുറച്ച് ഇങ്ങോട്ട് നമ്മുടെ പഴയ ഫോട്ടോൻ്റെ അടുത്ത് നീക്കി കൊടുക്കുക. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ കൊടുക്കുക. ഓട്ടോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ഫോട്ടോ അങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ടുള്ളത്. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് വലത്തെ സൈഡിൽ നമ്മുടെ ഫോട്ടോന് താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കണിലൊരു ബട്ടൺ കാണാം. അത് ഞെക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിലേക്ക് അതായത് ഇതിൻ്റെ ആദ്യ ഭാഗത്തും ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഇമേജ് പതിയെ താത്തി കൊടുക്കുക. നടുവിൽ സെൻറ്റർ ലൈന് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മുഴുവനായി താഴ്ന്നതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഇമേജ് അങ്ങനെ പൊന്തി വരുന്നത് കാണാൻ പറ്റും. ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുത്ത രണ്ട് ഇമേജുകൾക്കിടയിൽ ഒരു വെള്ള ഐക്കൺ കാണാം. അതിന് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ എഫക്റ്റ് ഉണ്ടാവും. അതിൽ ഗ്ലിച്ച് എന്നുള്ള എഫക്റ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വീഡിയോക്ക് യോജിച്ച അതായത് കൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ മുഴുവനാക്കി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകത്തിലാക്കി വെച്ച് കൊടുക്കുക ചെയ്യാം. അതിനുശേഷം താഴെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ചിത്രത്തിൽ ടാപ്പ് ചെയ്തതിനു ശേഷം മുകളിലൊരു കർവിൻ്റെ ചിഹ്നം കാണാം.